ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പോസ്റ്റർ, ഒരു അച്ഛൻ, ഒരു കോല്, ആ കോലിൻ്റെ രണ്ടറ്റത്ത് രണ്ട് വ്യക്തികൾ ഇരിക്കുന്നു. അത് മീൻകൊട്ട പോലെ ഇരിക്കുന്ന രണ്ട് കൊട്ടകളാണ്. അതിലൊരു കൊട്ടയിൽ ഭാര്യയും ഇളയ മകനും ഇരിക്കുന്നു, അച്ഛൻ്റെ ഒക്കത്ത് വേറൊരു മകൻ ഇരിക്കുന്നു. മറ്റൊരു കൊട്ടയിൽ പ്രായമുള്ള അച്ഛനമ്മയും ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിച്ചതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുകയാണ്, ഭാരം കൂടുകയാണ്. അതേസമയം തന്നെ പ്രായമുള്ള അച്ഛനമ്മമാരെ നോക്കണം. അവർക്ക് പിന്നെ ജോലി ചെയ്യാനോ അവരെ സഹായിക്കാനോ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ മരിക്കുന്നവരെയും അവരെ നോക്കേണ്ടത് ഒരു കടമയാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ ചെറുപ്പത്തിലെ എടുത്ത് വളർത്തി ഇവിടം വരെ എത്തിച്ചത് മാതാപിതാക്കളാണല്ലോ. അതുകൊണ്ട് പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ അധികം ആളുകളും പ്രായമുള്ള മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവന്നാക്കി അവർ സുഖമായി ജീവിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. പ്രായമുള്ളവർക്ക് ഒരു വിലയുമില്ല. അതുകൊണ്ട് അധികം മാതാപിതാക്കളും ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്, വൃദ്ധസദനങ്ങളിലാണ് കഴിയുന്നത്. സിനിമാടൻ മാധവൻ്റെ ജീവിതം അതിൻ്റെ ഒരു മകട ഉദാഹരണമാണ്. മാധവൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അദ്ദേഹം സിനിമാമോഹം തലയിൽ പേറിക്കൊണ്ട് നടന്ന് കുടുംബജീവിതം നോക്കേണ്ടതുപോലെ നോക്കാതെ ഭാര്യയെ പിണക്കി അദ്ദേഹം സിനിമയിൽ നിരന്തരമായി അഭിനയിച്ചു. ഒരുപാട് സിനിമയിൽ വേഷം ചെയ്തു, ഒരുപാട് പൈസ അതിലൂടെ കിട്ടി. അദ്ദേഹത്തിൻ്റെ മകനും അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനായിട്ട് മാറി. അപ്പോൾ ഭാര്യ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തൻ്റെ മകനും കുടുംബത്തിനും തന്നെ നോക്കാൻ അവർക്ക് പറ്റാതെ ഒരു ഗാന്ധി മന്ദിരത്തിലാണ് തന്നെ കൊണ്ടാക്കിയത്. തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് അദ്ദേഹത്തിന് അവസാനം വൃദ്ധസദനത്തിൽ പോയി ഇരിക്കേണ്ട ഒരു ഗതികേടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ വലിയ സംവിധായകനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബോംബെയിൽ തൻ്റെ അച്ഛനെ കൊണ്ടുപോകുന്നതിന് പകരം തൻ്റെ അച്ഛനെ ഒരു വൃദ്ധസദനത്തിലാണ് ആക്കിയത്. അദ്ദേഹത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കണ്ടപ്പോൾ പലരും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ തന്നെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ജീവിതത്തിൽ പ്രായമായി കഴിഞ്ഞാൽ തന്നെ എല്ലാവരും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിക്കാതെയാണ് സിനിമയുടെ പുറകെ ഓടി നടന്നിട്ടുള്ളത്. സിനിമയുടെ പുറകെ ഓടി നടക്കുന്ന പല ആളുകളും അവരുടെ കുടുംബം സൃഷ്ടിക്കുന്നുണ്ട്, ബന്ധുമിത്രാദികളെ സൃഷ്ടിക്കുന്നുണ്ട്, ചാർച്ചക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്, അവർ കുറേ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പ്രായമാകുമ്പോൾ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും അവർ നോക്കാൻ ആളുണ്ട്. എന്നാൽ ആരും നോക്കാൻ ആളില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുടുംബം വലിയൊരു ഉത്തരവാദിത്തമാണ്, ഭാരമാണ്.